പഴയ ചില കുട്ടികൾക്ക് പ്രായം കൂടിയുണ്ട്, കടലാസും പേനയൊക്കെ ഇപ്പോഴും കയ്യിലുണ്ട്. ഇതൊരു ക്ലാസ് പോലെയാണ് തോന്നുന്നത് അല്ലേ? ഒരു ക്ലാസ്. പക്ഷെ ഞാനൊരു അധ്യാപകനല്ല, ഞാനിപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. എൻ്റെ മനസ്സിൽ തോന്നിയ ഏതാനും സംശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നത്. നേരത്തെ അഷ്റഫ് അലി സാറ് വളരെ പ്രൗഢഗംഭീരമായി തന്നെ വിഷയങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഈ നിയമത്തിൽ എങ്ങനെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്, അതാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ വീരവാദം, ഞാനിപ്പോൾ ആദ്യം തന്നെ നടപടിക്രമങ്ങളിലേക്ക് വരാം. നടപടിക്രമങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം, ഒരു കുറ്റകൃത്യത്തിൽ നമുക്ക് ആരോപിക്കപ്പെട്ടാൽ നമുക്ക് ജാമ്യം കിട്ടണം അല്ലേ? അതെത്ര വലിയ കൊടും കൃത്യമായാലും ഗുരുതരമല്ലാത്ത കുറ്റമാണെങ്കിലും നമുക്ക് ജാമ്യം കിട്ടണം. ഇപ്പം നിലവിലുള്ള നിയമപ്രകാരം, നടപടി ചട്ടപ്രകാരം നമുക്കറിയാം 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടും. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡിഫോൾട്ട് ബെയിൽ എന്ന് പറയും. കുറ്റപത്രം കൊടുക്കാത്തതിൻ്റെ പേരിൽ മാത്രം നമുക്ക് കിട്ടുന്നത്. ഒരു കൊലക്കേസാണെങ്കിൽ ഒരു 90 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ഡിഫോൾട്ട് ബെയിൽ കിട്ടും. അത് നമ്മുടെ ഒരു അവകാശമാണ്. അതോടൊപ്പം തന്നെ ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ, സാർ അത് പറഞ്ഞിട്ടില്ല തോന്നില്ല, റിമാൻഡ് പീരീഡിനെ കുറിച്ച് പറഞ്ഞില്ല. ആദ്യത്തെ 15 ദിവസത്തിനുള്ളിലാണ് പോലീസ് കസ്റ്റഡി കൊടുക്കേണ്ടത്. നമ്മൾ അറസ്റ്റ് ചെയ്താൽ ആദ്യത്തെ 15 ദിവസം നമ്മൾ പീഡനകാലം തന്നെയാണ്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതുണ്ട്. 15 ദിവസം വരെ ഒരു ന്യായാധിപന് പോലീസ് കസ്റ്റഡിയിലേക്ക് കൊടുക്കാം. അപ്പോൾ പുതിയ നിയമത്തിലെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ 15 ദിവസം എടുത്തു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ നിയമത്തിൽ പറഞ്ഞിരുന്നത്, നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടത്തിൽ പറഞ്ഞിരുന്നത്, ഈ പോലീസ് കസ്റ്റഡി അല്ലാതെ വരുന്ന ആദ്യത്തെ 15 കഴിഞ്ഞ പിന്നീടുള്ള 15 ദിവസങ്ങൾ റിമാൻഡ് ചെയ്യുമ്പോഴെല്ലാം തന്നെ 60 ദിവസം 90 ദിവസം എന്ന് പറയുമ്പോൾ അവർ ജാമ്യം കിട്ടാനുള്ള അർഹതയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പം അത് മാറിയിട്ട് ആ പ്രത്യേക വാക്ക് എടുത്തു കളഞ്ഞു. അതെടുത്ത് കളഞ്ഞതിലൂടെ എന്തു പറ്റി? ഈ ആദ്യത്തെ 15 ദിവസത്തെ പോലീസ് കസ്റ്റഡി എന്ന ആ ഒരു നിബന്ധന എടുത്ത് കളഞ്ഞതിലൂടെ 60 ദിവസം വരുന്ന കുറ്റകൃത്യങ്ങൾ, 60 ദിവസത്തിനുള്ളിൽ ചാർജ് കൊടുത്തില്ലെങ്കിൽ കിട്ടുന്ന കുറ്റകൃത്യങ്ങൾക്ക് 60 ദിവസം വരെ പോലീസ് കസ്റ്റഡി കൊടുക്കാം. കൊലപാതകം പോലുള്ള കുറ്റകൃത്യങ്ങൾ 90 ദിവസം വരെ പോലീസ് കസ്റ്റഡിയിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു പരിഷ്കരണമാണ്. നമ്മൾ പറയുമ്പോൾ പരിഷ്കരണം തന്നെയാണ് അവർ ഈ നിയമത്തിൽ നടത്തിയിരിക്കുന്നത്. മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു ചെറിയൊരു വെട്ടുവെട്ടി, ശരി 324 നമ്മൾ പറയും, ഒരു മാരകമായ ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചു, പക്ഷെ ഗുരുതരമായ പരിക്കില്ല, എല്ലുപൊട്ടുകയോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 324 എന്നാലും ജാമ്യം കിട്ടില്ല. പക്ഷെ ആദ്യത്തെ ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും, ആദ്യത്തെ റിമാൻഡ് പീരീഡ് എന്ന് പറയും, നമ്മൾ പോലീസ് കസ്റ്റഡിയെല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ മജിസ്ട്രേറ്റിനോട് തലയുറന്നിട്ട് പറയും, പോലീസ് ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചു കഴിഞ്ഞു, ആയുധങ്ങളെല്ലാം കട്ടെടുത്ത് കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ സാമീപ്യം എൻ്റെ പ്രതിയിലെ കസ്റ്റഡിയിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, ജാമ്യം നൽകാവുന്നതാണെന്ന് പറയും. അപ്പോൾ ഒരു ആദ്യത്തെ റിമാൻഡ് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കുറ്റങ്ങൾ, അതായത് 60 ദിവസത്തിൻ്റെ നിബന്ധനയുള്ള കുറ്റകൃത്യത്തിലെ കുറ്റങ്ങൾക്ക് പൊതുവെ ജാമ്യം നൽകാറുണ്ട്. അത് കൊലപാതക ശ്രമം വരെയുള്ള 307 വരെയുള്ളതാണെങ്കിൽ ഏതാണ്ട് 2-3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ജാമ്യം കിട്ടാറുണ്ട്. എന്തുകൊണ്ട് ജാമ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളെ അകത്തിട്ട് അയാളെ വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ കയ്യും കാലും കെട്ടിയിട്ട് ഓട്ട മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്ന പോലെയാണ് അല്ലേ? അയാൾക്ക് ഒരിക്കലും എന്താ പറയുക, അയാളുടെ ദൈനംദിന ജീവിതം നടത്താൻ പറ്റില്ല, അയാളുടെ കുടുംബം പട്ടിണിയാവുന്നു, അയാളുടെ വക്കീലിന് പൈസ കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ അയാൾ നിത്യ ദുരിതത്തിലേക്ക് പോകുന്ന ഒന്നാണ് ഈ ജാമ്യം കൊടുക്കാതിടുമ്പോൾ. അതുകൊണ്ടാണ് കൃഷ്ണയ്യരൊക്കെ ആദ്യകാലത്ത് പറഞ്ഞത് ജാമ്യം എന്നത് അവകാശമാണ്, ജാമ്യം കൊടുക്കാതിരിക്കുക എന്നത് വല്ല ഒറ്റപ്പെട്ട സംഭവമാണ്, ബെയിലീസ് റൈറ്റ് എന്നാണ് ആ കാലത്ത് സുപ്രീം കോടതി ചെയ്തു. നമ്മുടെ ജഡ്ജിയായിരുന്നു വി ആർ കൃഷ്ണയ്യർ 80-81 കാലഘട്ടങ്ങളിൽ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പം മാറിയിരിക്കുന്നു. അതെങ്ങനെയാണ് മാറ്റം വന്നതെന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട 324 കുറ്റത്തിൽ നമ്മളൊരു ജാമ്യാപേക്ഷ ആദ്യത്തെ 15 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ കൊടുക്കുമ്പോൾ അവർ പറയും, ഇല്ല, പ്രതിയുടെ പോലീസ് കസ്റ്റഡി ആവശ്യമുണ്ട്. മജിസ്ട്രേറ്റ് മുമ്പാകെ നേരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പെറ്റീഷൻ കൊടുക്കുന്നു, പ്രതിയെ കണ്ടു ചോദിച്ച് ഇനിയും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, പോലീസ് കസ്റ്റഡി ആവശ്യമുണ്ട്.
അപ്പോൾ മജിസ്ട്രേറ്റ് പറയും പോലീസ് കസ്റ്റഡി ആവശ്യമുണ്ട്, അതുകൊണ്ട് ജാമ്യം നൽകാൻ പറ്റില്ല. ഇങ്ങനെ ഈ ആദ്യത്തെ 60 ദിവസവും ഇത്തരത്തിലുള്ള തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സാധാരണ അത്ര ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങൾക്ക് വരെ ജാമ്യം നിഷേധിക്കാൻ കഴിയുന്ന ഒരു കുതന്ത്രം ഇതിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ 302 കൊലപാതകത്തിനുൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുമ്പോഴും. സാധാരണ ഇപ്പോഴത്തെ കാലത്ത് കൊലപാതകം നടത്തിയപ്പോലും ഇപ്പം ഞങ്ങളെ കണ്ടിടത്തോളില്ല അല്ലേ സാറേ, നമുക്കൊരു മാസം 1.5 മാസമൊക്കെ ആകുമ്പോഴും നമ്മൾ പറയും കഴിഞ്ഞിരിക്കുന്നു, ഒറ്റപ്പെട്ട കൊലയാതാണ്, ഇന്ന പ്രശ്നങ്ങളോട് ഇട്ടായതാണ്, അതുകൊണ്ട് പറ്റുന്ന ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ജാമ്യം കിട്ടാവുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോഴേക്കും അന്വേഷണമൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കിട്ടേണ്ട ആയുധങ്ങളും കിട്ടേണ്ട പ്രതികളുടെയും പേരും മറ്റു സാക്ഷികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് അന്വേഷണം എന്ന് പറയുന്നത് കുറേയും കൂടി ശാസ്ത്രീയമായ രീതിയിൽ. ഇപ്പം നിങ്ങൾ ഒരു കുറ്റം ചെയ്താൽ നിങ്ങൾ എവിടെയാണെന്നുള്ളത് നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ, അതിന് ടവർ, അതെല്ലാം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത കുറേ കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. കൊലപാതക സ്ഥലത്ത് നിങ്ങളുടെ ഒരു പ്രിന്റ് കടന്നു വന്നേക്കാം. അങ്ങനെ ഒട്ടേറെ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത്. ശാസ്ത്രീയമായി അപഗ്രഥിച്ചു കഴിയുമ്പോൾ അത് നല്ല ശാസ്ത്രീയമായി, ഇപ്പോഴത്തെ ഈ അന്വേഷണത്തെക്കുറിച്ച് പറയും ശാസ്ത്രീയ അന്വേഷണമാണെന്ന് പറയുന്നത്, അതിലേക്ക് നമുക്ക് വരാം എത്രമാത്രം ശാസ്ത്രീയമാകാൻ കഴിയുമെന്നുള്ളത്. ഞാൻ പറഞ്ഞത് പ്രശ്നം, അപ്പം 90 ദിവസം വരെ യാതൊരു കാരണവശാലും ജാമ്യം കൊടുപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഈ നിയമം കർശനമാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ തെറ്റ്. അങ്ങനെ വരുമ്പോൾ തന്നെ മറ്റൊന്നു കൂടി കടന്നു വരാം. അതെൻ്റെ ഒരു സംശയമാണ്, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കുറ്റകൃത്യം നടന്നത് ഈ പറയുന്ന 2004 ജൂലൈ 1 മുമ്പാണെന്ന് വിചാരിക്കുക. പക്ഷെ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഈ നിയമം വന്നതിന് ശേഷമാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസുകളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഏത് നിയമപ്രകാരമാണ് ക്രൈം രജിസ്റ്റർ ചെയ്യേണ്ടത്? FIR ഇടേണ്ടത് ഏത് നടപടിക്രമത്തിലൂടെയാണ്? CRPC ആണോ, നമ്മുടെ ഈ BNSS ആണോ? അത് നമ്മുടെ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു, ഇല്ല, BNSS പ്രകാരം തന്നെയായിരിക്കണം. ഒരു വിഷയം വരുന്നു, ഞാൻ പറയുന്നത് ഞാൻ കുറ്റം നടത്തിയത് ഈ ജൂലൈ മാസം 1 മുമ്പാണ്. അപ്പോൾ എൻ്റെ നടപടിക്രമങ്ങളും ആ കാലത്തുണ്ടായിരുന്ന നടപടിക്രമങ്ങൾ എന്താണോ, CRPC ആണ്, അത് പ്രകാരമുള്ള എല്ലാ ആനുകൂല്യത്തിനും എനിക്ക് അർഹതയുണ്ട്. അപ്പോൾ കോടതിക്ക് നിങ്ങളുടെ ആനുകൂല്യം എന്താണ്? എന്നെ ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡി കൊടുക്കാത്തടത്തോളം, അല്ലെങ്കിൽ ആദ്യത്തെ 15 ദിവസത്തിൽ എനിക്ക് 5 ദിവസം കസ്റ്റഡി പോലീസ് കൊടുത്തിട്ടുണ്ട്, ആ 15 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്നെ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വാദിക്കാൻ കഴിയുന്നു. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വന്നു, അപ്പോൾ അവർ തമ്മിൽ ഒരു വൈരുദ്ധ്യം വന്നിരിക്കുന്നു. ഏതാണ് എടുക്കേണ്ടത്? BNSS എടുക്കണമോ അല്ലെങ്കിൽ CRPC എടുക്കണമോ? സാധാരണ നമുക്കറിയാം, ഞങ്ങൾ നിയമം പഠിക്കുമ്പോൾ നടപടിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരു മാൻഡേറ്ററി ആയ ഒരു സാധനമല്ലേ, നടപടിക്രമങ്ങളാണ്, ഒരു സബ്സ്റ്റാൻറ്റീവ് റൈറ്റ് അല്ല എന്ന് പറയും. ശാശ്വതമായ സ്ഥായിയായ ഒരു അവകാശമല്ല നടപടി എന്ന് പറയും. പക്ഷെ ചില നടപടികളിൽ സ്ഥായിയായ അവകാശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, 60 ദിവസം 90 ദിവസം കഴിയുമ്പോൾ ഈ പറഞ്ഞ കുറ്റപത്രം കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ ജാമ്യം എൻ്റെ അവകാശമാണ്. അപ്പോൾ ഈ നടപടികളിൽ തന്നെ സ്ഥായിയായ അവകാശങ്ങളുണ്ട്. ആ സ്ഥായിയായ അവകാശങ്ങളെ എടുത്തു കളയുന്ന ഒരവസ്ഥയിലേക്ക് കുറ്റകൃത്യം പറഞ്ഞു കൊടുത്തത് ജൂലൈ മാസം 1-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ പോലും ഈ വിഷയം കടന്നു വരുന്നു. മജിസ്ട്രേറ്റുമാരെങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? CRPCയുടെ പ്രകാരമാണോ അല്ലെങ്കിൽ BNSS പ്രകാരമാണോ? എനിക്ക് തോന്നുന്നു ഒരു കോടതിയിലും ആ ഒരു വിഷയം ഇതുവരെ കൈകാര്യം ചെയ്യപ്പെട്ട് എത്തിയിട്ടില്ല. ആ ഒരു നടപടിക്രമത്തിലേക്ക് വന്നിട്ടില്ല. ഇനിയും പരിഹരിക്കേണ്ട ഒന്നായി അതവിടെ കിടക്കുകയാണ്. അതാണ് ഞാൻ നടപടിക്രമങ്ങളിലൂടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു വന്നത്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി സർവീസ് എന്നൊക്കെ പറയുന്നൊരു വിഷയം നമ്മൾ കാണാൻ ജയിലിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ആ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ തന്നെ ഓരോരുത്തർക്കും കൊടുക്കുന്ന ഡ്യൂട്ടി എന്താണെന്ന് നോക്കിയാൽ മനസ്സിലാവും. ആരാണ് കക്കൂസ കഴിയുന്നത് ജയിലിൽ? മിക്കവാറും അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവരും പിന്നോക്ക വിഭാഗപ്പെട്ടവരും കീഴാള വിഭാഗത്തിൽപ്പെട്ടവരുമായിരിക്കും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കുന്നു. 3 വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്ന കുറ്റത്തിന് പകരമായിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കണം. അത് എത്ര കാലയളവെന്ന് പറഞ്ഞില്ല എന്ന് തോന്നുന്നില്ലേ? ഒരു കാലയളവും പറയുന്നില്ല. ആ കമ്മ്യൂണിറ്റി സർവീസ് ഏത് രീതിയിലുള്ളതാണെന്ന് പറയുന്നില്ല. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതിന് കൂലി ഉണ്ടാവില്ല, ശമ്പളം കിട്ടില്ല, വേതനം കിട്ടില്ല. അപ്പോൾ ഒരു വേതനവും ഇല്ലാത്ത അടിമകളെ കൊണ്ട് പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യങ്ങൾ പണിയെടുപ്പിച്ചിരുന്നത് പോലെ തന്നെ നമ്മുടെ പൗരന്മാരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പണിയെടുപ്പിക്കാൻ കഴിയുന്ന ഒരു നിയമമായി ഈ കമ്മ്യൂണിറ്റി സർവീസ് മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയണം,
എന്തുകൊണ്ട് വേതനം കൊടുത്തുകൂടാ? ഇപ്പൊ ജയിലിലെല്ലാം തന്നെ വേതനം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സുബ്രഹ്മണ്യം ഒരു സാറിൻ്റെയൊക്കെ ജഡ്ജ്മെന്റുകൾ കടന്നു വരുന്നുണ്ട്. മിനിമം വേതനം കൊടുക്കണമെന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് സർക്കാർ പറഞ്ഞത് അങ്ങനെ വന്നാൽ രാജ്യം നമ്മുടെ സംസ്ഥാനം മുടിഞ്ഞു പോകും. അവരിൽ നിന്ന് കിട്ടുന്ന ഈ കുറഞ്ഞ വേതനത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നത്. ഇപ്പോൾ ആദ്യമൊക്കെ ഞങ്ങളുടെ കാലത്ത് 8 രൂപയ്ക്കായിരുന്നു. ഇപ്പം ഏകദേശം 60 രൂപ മുതൽ 90 രൂപ വരെയുള്ളൊരു വേതനമാണ്. തുറന്ന ജയിലാണെങ്കിൽ കുറച്ചും കൂടി ഉയർന്ന വേതനം കിട്ടും. അത്തരത്തിലുള്ളൊരു വേതന നിരക്കാണ്. നമ്മുടെ അടുത്ത മിനിമം വേജ് ആക്ട് 550 ആകുമ്പോഴും ജയിലിൽ കൊടുക്കുന്ന വേതനം അതാണ്. അതുപോലും കൊടുക്കേണ്ടാത്ത ഒരു എന്താ പറയുക ശുദ്ധ അടിമ സമ്പ്രദായമാണ് ഈ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് നമുക്ക് പറയാം. മാനദണ്ഡങ്ങളൊന്നുമില്ല. ഒരു മാനദണ്ഡം ഇല്ലാതെ മജിസ്ട്രേറ്റുമാരുടെ തലയിൽ എന്തുദിക്കുന്നു? ആ ഇരിക്കുന്ന ആൾ മേലാളനാണെങ്കിൽ അയാൾ എന്നും കാണുന്നത് കീഴാളനെ ഏത് കണ്ണുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ പ്രതിയുടെ കാസ്റ്റൊക്കെ നമ്മുടെ കോളത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ ജഡ്ജ്മെന്റ് നോക്കിക്കഴിഞ്ഞു കോളിംഗ്, റിലീജിയൻ എല്ലായിടത്തും ഉണ്ട്. അത് വെച്ച് അദ്ദേഹത്തിന് നോക്കാം, കൊടുക്കാം. ഇതാണ് അവിടുത്തെ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന ഒരു വലിയ വിശേഷിപ്പിക്കട്ട പരിഷ്കരണം. മറ്റൊന്നുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞു വലിയൊരിതാണ് ശാസ്ത്രീയമായിട്ട്. ഇപ്പോൾ സെർച്ചുകൾ നടത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് സെർച്ച് നടത്തുന്നു. സെർച്ച് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? പോലീസിന് തോന്നണ പോലെയാണ് എഴുതി വയ്ക്കുക. എന്നിട്ടൊരു കോപ്പി തരും, വീട്ടിലുള്ളവരെ കൊണ്ട് ഒപ്പിട്ടി മേടിപ്പിക്കും. ഇതാണ് സ്വാഭാവികം നടക്കുന്നത്. അപ്പോൾ അതിനെ തകർക്കുന്നതിന് വേണ്ടി ഇതാ വീഡിയോഗ്രാഫി നിർബന്ധിതമാക്കി. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? വീഡിയോഗ്രാഫി ഒന്നില്ലേ? ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം പ്രതികളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒരു കത്തി കണ്ടെടുക്കുന്നു. 27 വകുപ്പ് പ്രകാരം, തെളിവ് നിയമത്തിലെ 27 വകുപ്പ് പ്രകാരമുള്ള ഒരു കത്തി കണ്ടെടുക്കലാണ് വിചാരിക്കുക. അതിനും പോലീസ് പോയി ഈ വീഡിയോഗ്രാഫിയൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിരിക്കില്ലേ, സത്യസന്ധമായിരിക്കില്ലേ എന്നൊരു തോന്നൽ വരും. പക്ഷേ അതിന് മുന്നേ തന്നെ ഈ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് ഈ വീഡിയോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോഗ്രാഫി കോടതിയിലേക്ക് കാണിച്ചു കഴിയുമ്പോൾ ഒരു മജിസ്ട്രേറ്റിന്റെ അല്ലെങ്കിൽ ഒരു ന്യായാധിപന്റെ മനസ്സിലുണ്ടാവുന്ന ചിത്രം എന്തായിരിക്കും? എപ്പോഴും ശാസ്ത്രീയമായ തെളിവുകളെ അതിൻ്റെ നേരാംവണ്ണം ഉപയോഗിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് അതിൻ്റെ വക്രദിശയിൽ, വളഞ്ഞ ദിശയിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ് ഇവിടെ പോലീസിന്റെ വീര്യം പലപ്പോഴും നമുക്ക് കാണാറുള്ളത്. നേരായ വണ്ണത്തിലൊന്നും അല്ല ഈ അന്വേഷണം നടക്കാൻ സാധ്യതയുള്ളത്. കാരണം ഏത് വർഗത്തെയാണ് അവർക്ക് ഈ കുറ്റം ചാർത്തി വിചാരണ ചെയ്യാൻ എത്തിച്ചു കൊടുക്കേണ്ടത് എന്ന കണക്കനുസരിച്ചായിരിക്കും അന്വേഷണത്തിന്റെ പുരോഗതിയും അധോഗതിയും തീരുമാനിക്കപ്പെടുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശാസ്ത്രീയമായ എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ വലിയ കാര്യമൊന്നും കാണാനില്ല. മറ്റൊന്ന്, 7 വർഷവും അതിനു മുകളിലുള്ള കുറ്റകൃത്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്തരം കുറ്റകൃത്യങ്ങളുടെ സ്പോട്ടിലേക്ക് പോകുന്ന സമയത്ത് ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട ആളുകളെ നിയമിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ കേരളത്തിൽ എത്ര ഫോറൻസിക് എക്സ്പെർട്ടുകളുണ്ട് കൊണ്ടുപോകാനായിട്ട്? അപ്പോൾ അവരൊരു ടൈം വെച്ചു, 5 കൊല്ലത്തിനുള്ളിൽ അത് പ്രാവർത്തികമാക്കിയാൽ മതി എന്നുള്ള അവസ്ഥയിലെത്തി. അത് അവിടെ നിൽക്കട്ടെ. ശാസ്ത്രീയമായിട്ട് ഒരു വശമാണ് പറയുന്നത്, നല്ലതാണ്. ഫോറൻസിക്കുകളെല്ലാം ഏറ്റവും ആദ്യമായിട്ട് വന്ന് സംഭവസ്ഥലമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിരപരാധിയാണ് പ്രതിയെങ്കിൽ ആ പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടുന്ന തെളിവുകൾ കുറേയധികം കിട്ടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം അയാൾ അപരാധിയാണെങ്കിൽ അയാളുടെ ആ കുറ്റകൃത്യത്തെ തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകളും വേണം. നമ്മൾ ആരെങ്കിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടതെന്നോ അല്ലെങ്കിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ശിക്ഷിക്കപ്പെടണം, അവർ കുറ്റം ചെയ്തവരായിരിക്കണം. പക്ഷേ അല്ലാത്തതൊന്നും തന്നെ ശരിയായ രീതിയായിരിക്കില്ല. അതാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക. പിന്നെ ഉള്ളൊരു വിഷയം എനിക്ക് തോന്നിയത്, ഈ വലിയൊരു കാര്യമായിട്ട് പറയാറുണ്ട് FIR. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയും വെച്ചിട്ട് നമുക്ക് FIR ഉണ്ടാവും. ഇപ്പോൾ ഡൽഹിയിലാണ്, മലയാളി അവിടെ ഡൽഹിയിലായിരിക്കുന്നു. ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. അല്ലെങ്കിൽ ഇവിടെ ഒരു സംഭവമായിട്ട് അയാൾ ഡൽഹിയിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീയാണ് വിചാരിക്കുക, അവർക്ക് എന്തൊരു മാനഹാനിയൊക്കെ ഉണ്ടായി. പെട്ടെന്ന് തന്നെ അവർക്ക് ഡൽഹിക്ക് പോകേണ്ട ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവണം. അവർക്ക് ഡൽഹി കണ്ടോൺമെൻറ്റ് പോലീസിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പോലീസിൽ പോയിട്ട് ഒരു FIR ഇടാം. അപ്പോൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഒരു FIR ഇടാനുള്ള അവകാശമുണ്ട്. ഇതത്ര വലിയ വിശേഷമാണെന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിലല്ലെന്ന് പറയാം. കാരണം ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയാം, ഒരു പരിക്ക് പറ്റിയ ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. പരിക്ക് പറ്റുന്നത് നമുക്ക് എറണാകുളത്ത് വെച്ചായിരിക്കാം, പക്ഷേ മെഡിക്കൽ കോളേജോ കോട്ടയമോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരം ആയിരിക്കാം. അപ്പോൾ അവിടുത്തെ പോലീസാണ് FIR ഇടുന്നത്. അവിടുത്തെ അവിടുത്തെ പോലീസിലേക്കാണ് ആദ്യം ഇൻറ്റിമേഷൻ പോകുക. അപ്പോൾ അവിടെ പോലീസ് വന്ന് മൊഴിയെടുത്തതിന് ശേഷം അവിടെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കും.
എറണാകുളത്താണെങ്കിൽ എറണാകുളത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കും. അതാണ് നിലവിലുള്ള CRPCയുടെ ചട്ടം. അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് പ്രകാരം ഞാൻ കണ്ടിടത്തോളം ഡൽഹി ആണെങ്കിൽ ഡൽഹിയിലെ പോലീസിന് അന്വേഷിക്കണം. ആദ്യം ഒരു പ്രാഥമിക അന്വേഷണം നടത്താം. 7 വർഷം മുതൽ മുകളിലോട്ടുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിൽ അത് ഒരു 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാഥമിക അന്വേഷണം, പ്രിലിമിനറി എൻക്വയറി നടത്താമെന്നാണ് പറയുന്നത്. അവിടെയും എനിക്ക് തർക്കമുണ്ട്. കാരണം എൻക്വയറി എന്ന് പറയുന്ന വാക്ക് INQUIRY, ഇൻക്വയറി എന്നാണ് നമുക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ CRPC ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് ജുഡീഷ്യൽ ഫങ്ഷനാണ്, പോലീസല്ല. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ CRPC നോക്കി കാണാൻ കഴിയും. എൻക്വയറി എന്ന് പറഞ്ഞാൽ അതാണ്. ഇൻവെസ്റ്റിഗേഷൻ മാത്രമാണ് പോലീസിന് പങ്ക്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവുകൾ ശേഖരിക്കുക, അതങ്ങനെ തന്നെയാണ് അതിനകത്ത് നിർവചിക്കുന്നത്. അപ്പോൾ എൻക്വയറി എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ഫങ്ഷനും ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പോലീസിൻ്റെ കടമയുമാണ്. ഇപ്പം എത്തിയിരിക്കുന്നു 15 ദിവസത്തേക്കുള്ള ഒരു പ്രിലിമിനറി എൻക്വയറി നടത്താൻ പോലീസിന് അധികാരപ്പെടുത്തിയിരിക്കും. എന്താണ് ആ എൻക്വയറി? അപ്പോൾ ഒരു പദം പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്യണം. പ്രിലിമിനറി എൻക്വയറി നിലവിൽ CRPCയിൽ പറഞ്ഞിരിക്കുന്ന ആ ഡെഫിനിഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അതിലുണ്ടോ എന്ന് പറയണം. അതില്ലാത്തടത്തോളം അത് തെറ്റായ ഒന്നായി മാറി. ഇനി അത് പോട്ടെ. അത് കഴിഞ്ഞാൽ 7 ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം മതി. ഇനി ഒരു പക്ഷേ അല്ലേ അങ്ങനെയാകാം. പ്രാഥമിക അന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷം അതിലെന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വിശദമായ അന്വേഷണം നടത്താം. ആർക്ക് നടത്താം? ഡൽഹി പോലീസിന് നടത്താം. ഡൽഹി പോലീസിന് നടത്തിയതിന് ശേഷം അതിൻ്റെ കുറ്റപത്രം പക്ഷേ ഏത് കോടതിയാണോ വിചാരണ നടത്തേണ്ടത് ആ കോടതി നമ്മുടെ ഇവിടുത്തെ കോടതി തന്നെയായിരിക്കും. കാരണം വേർ ദ ഒഫൻസ് കമ്മിറ്റഡ്, ഒഫൻസ് എവിടെയാണ് ചെയ്തത് അവിടുത്തെ ആ പ്രദേശത്തെ അധികാരമുള്ള കോടതി ഏതോ ആ കോടതിക്കാണ് വിചാരണ ചെയ്യാനുള്ള കഴിവുള്ളത്. അതുകൊണ്ട് അത്ര വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര വലിയൊരു കോംപ്ലിക്കേഷൻ ഞാൻ നേരത്തെ കണ്ട ഉദാഹരണമാണെങ്കിൽ ആ സ്ത്രീക്ക് ഇൻ്റർവ്യൂവിൽ പോകണം, പെട്ടെന്ന് തന്നെ അവർക്ക് അങ്ങോട്ട് പോയി തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വന്നിട്ടാണെങ്കിൽ എന്ത് പറ്റും? അവർ 2-3 ആഴ്ചകൾ താമസിച്ചു വരും. അപ്പോൾ അഷ്റഫ് അലി സാറിനെ പോലുള്ള ആളുകളെ ഡിഫൻസായിട്ട് വരികയാണെങ്കിൽ കൊന്നു കൊലവിളിക്കും. എന്താ ഇത്ര 2 ആഴ്ച വൈകിയത്? എന്താണ് ഇത്തരം കാരണം പറയുക? ഡിലേഡ് FIR, ഭയങ്കര നൂലാമാലകളൊക്കെ. മറ്റൊന്നുമില്ല, അവരവിടെ എത്തി, അപ്പം തന്നെ അവർ അവിടെ FIR ഇട്ടു. അതുകൊണ്ട് കാലതാമസം ഉണ്ടായിട്ടില്ല. ആ കുട്ടിക്ക് നീതി കിട്ടാനായിട്ട് അത് വലിയൊരു സഹായമായിട്ട് മാറുന്നുണ്ട്. അതിൽ നമുക്ക് തർക്കിക്കണ്ട, നല്ല ഗുണപരമായ കാര്യങ്ങൾ തന്നെയായിട്ട് പറയാം. പിന്നെ ഉള്ളത് നമ്മുടെ ഇവിടെ ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, തുടർ അന്വേഷണം. നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണല്ലോ. ഒരിക്കലും തീരാത്ത അന്വേഷണമായിരിക്കും. അതൊക്കെ ഏറ്റവും കൂടുതൽ CBI കോടതിയിലും NI കോടതിയിലേക്കാണ് ഏറ്റവും കൂടുതൽ. ഒരിക്കലും തീരില്ല അന്വേഷണം. ഒരു കുറ്റപത്രം കൊടുക്കുന്നു, ആ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഈ 6 മാസത്തിനും അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഇപ്പം NIA CBI കേസൊക്കെ ആണെങ്കിൽ, NIA കേസാണെങ്കിൽ പ്രത്യേകിച്ച് UAPA കേസ്, അതിലേക്ക് ഞാൻ ഒരു ചാപ്റ്റർ കൂടി കിടക്കാനുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ ആദ്യത്തെ 3 മാസം എന്നുള്ളത് 6 മാസം വരെ ആകാൻ പറ്റും. അപ്പം അതിനു മുമ്പ് ഒരു സത്യവാങ്മൂലം കൊടുത്താൽ മതി. അതിനകത്തേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് നോക്കേണ്ട പ്രശ്നം എന്താണ് ഫർദർ അന്വേഷണം എന്നുള്ളത്. തുടർ അന്വേഷണം ഇപ്പം നമ്മൾ പത്രത്താളുകളിലൊക്കെ കാണുന്നില്ലേ, തുടർ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. ഇവിടെ ഇപ്പോൾ കോടതികളുടെ അനുമതി വേണമെന്നില്ല. പഴയ CRPCയിലും 173(8) വകുപ്പിൽ അങ്ങനെ ഒരു അനുമതിയെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ 1978 സർക്കാർ ചെയ്യേണ്ട ജഡ്ജ്മെന്റ് വെച്ചിട്ടാണ് അതിൽ കോടതിയുടെ അനുമതി വേണമെന്ന് പറയാൻ കാരണം അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണ്. നിങ്ങളൊരു FIR കൊടുത്തു, അതിനുശേഷം നിങ്ങൾ കുറ്റപത്രം കൊടുത്തു, ആ കുറ്റപത്രത്തിൻ്റെ അനുസരിച്ചിട്ട് കോടതി ടേക്കൺ കോഗ്നിസൻസ് പറയും. ഈ ഭാഷയിൽ പറയുമ്പോൾ നിയമത്തിൻ്റെ ഭാഷ, അതായത് മനസ്സ് ചെലുത്തി കഴിഞ്ഞു. മനസ്സ് അവർ സിനിമ പാട്ടിലുള്ളതുപോലെ മനസ്സ് കൊടുത്തു മജിസ്ട്രേറ്റ്. അപ്പം അങ്ങനെ മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിൻ്റെ ഉടമയോട് ചോദിക്കണം, നിങ്ങൾക്ക് ഇനി തുടരായിട്ട് അന്വേഷണം വേണോ വേണ്ടയോ എന്നറിയാനായിട്ട്. 173(8) അതിനെക്കുറിച്ച് ആക്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും സുപ്രീം കോടതിയുടെ വിധിയിലൂടെ അങ്ങനെയാണ് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഈ പറയുന്ന കോടതികളുടെ അനുമതി തേടേണ്ടതില്ല. വിചാരണ തുടങ്ങിയിട്ടില്ലെങ്കിൽ കോടതിയുടെ അനുമതി ഇല്ലാതെ തന്നെ പോലീസിന് തുടരന്വേഷണം നടത്താം എന്നായിരിക്കും. അതേസമയത്ത് കോടതി അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അന്വേഷണം എന്ന് പറഞ്ഞാൽ വിചാരണ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കോടതിയുടെ മുൻകൂട്ടിയുള്ള അനുമതി വേണം. ഇതാണ് ഒരു വ്യത്യാസമായിട്ട് പെടുത്തിയിരിക്കുന്നത്.
ഇനി അടുത്ത ഞാൻ മറ്റേലേക്കൊന്നും അധികം കിടക്കുന്നില്ല. ഇനി സംസാരിക്കാൻ വളരെ പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ ട്രയൽ ആൻഡ് ആബ്സെൻസൊക്കെ അരിസാറ് പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ളൊരു പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറ്റത്തെക്കുറിച്ച് പറയാൻ എന്താണ് എന്നൊരു ചോദ്യമുണ്ട്, ശിക്ഷയെക്കുറിച്ച് പറയാൻ എന്താണെന്നൊരു ചോദ്യമുണ്ട്. അതിനേക്കാൾ മുമ്പ് പഴയ CRPC എന്തായിരുന്നു? ഇതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ചിലപ്പോൾ ഒളിച്ചു പോകും. സാക്ഷികളെല്ലാം തന്നെ കുറേ പ്രായമായ ആളുകളാണ് വിചാരിക്കുക. അവർ ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കണക്കെഴുതാനിരിക്കുന്ന ആളുകളാണ്, തീർന്നു പോകാനുള്ള ആളുകളാണ്. അപ്പം എന്ത് ചെയ്യണം? അവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തണം. ആ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ CRPCയിൽ തന്നെ പറയുന്ന പ്രകാരം 299 പഴയ വകുപ്പ്. ആ വകുപ്പ് പ്രകാരം അപ്രകാരം രേഖപ്പെടുത്തുന്ന മൊഴികൾ ആ ആളുകൾ മരിച്ചു പോയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ കണ്ടുകിട്ടുന്നതിലാന്ന് വിചാരിക്കുക, ആ മൊഴികൾ തെളിവായിട്ടെടുക്കും. ആ തെളിവായി വെച്ചെടുത്തിട്ടാലും അല്ലെങ്കിൽ അയാൾ ഹാജരായി കഴിഞ്ഞ് ഇവരെയൊക്കെ ക്രോസ് വിസ്താരം, എതിർ വിസ്താരം ചെയ്യാനുള്ള അവകാശം അയാൾക്കുണ്ടാവും. കാരണം ആദ്യത്തെ വിഷയം തന്നെ ഒരാളെ കേൾക്കാതെ അയാളെ ശിക്ഷിക്കാൻ പാടില്ല. അതൊരു പ്രാഥമിക മര്യാദയാണ്. അല്ലേ, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കണം, ഈ പറയുന്ന വാദം ശരിയാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആ സാക്ഷിയോട് പറയാനുണ്ടോ? അതേപോലെയൊക്കെ ചോദിച്ച് സാക്ഷി വിസ്താരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരാളെ അങ്ങനെ ശിക്ഷിക്കാൻ പാടുള്ളൂ. ഇത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നേരെ കടന്നു വന്നിരിക്കുകയാണ്. അയാൾക്ക് ശിക്ഷ വരെ കൊടുക്കാൻ കഴിയും. മറ്റുള്ള അവസ്ഥയിൽ ഇപ്പോൾ നിങ്ങളൊക്കെ മൈസൂരുമായിട്ടായിരിക്കുമ്പോഴേക്കും ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കില്ല, തെളിവെടുത്ത് വയ്ക്കും. തെളിവെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് അവിടെ വയ്ക്കും, അത്രേ ഉള്ളൂ. മറ്റൊന്നും എഴുതില്ല, ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോവില്ല. പിന്നെ പ്രതി എപ്പോൾ വരുന്നു അതിനനുസരിച്ചിരിക്കും. അതല്ലാതെ ഒരു വിധി നടത്താൻ പറ്റില്ല. ഇല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ നമ്മളത് ആ കേസ് റൈറ്റ് ഓഫ് എഴുതിത്തുള്ളൂ. അങ്ങനെ അതിൻ്റെ ഒരു രജിസ്റ്റർ തന്നെ ഉണ്ട് അവിടെ, നമുക്ക് എഴുതി തള്ളാൻ രജിസ്റ്റർ. കാരണം പ്രത്യേകം കിട്ടുന്നില്ല, അയാൾ ഒരുപക്ഷെ മരിച്ചു പോയിട്ടുണ്ടാകാം. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അങ്ങനെയാണ് ആ കേസുകളിലേക്ക്. പക്ഷേ 10-25 വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിചാരണ നടത്തിയ കേസുകളുമുണ്ട്, ശിക്ഷിക്കപ്പെട്ട കേസുകളും നിലവിലുണ്ട്. അത് വേറെ ഘട്ടത്തെക്കുറിച്ച് പറയാം. ഇനി ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കപ്പെട്ട ഒന്ന്, നേരത്തെ ഹരി പറഞ്ഞ വിഷയം തന്നെയാണ്. നമ്മൾ ഈ 124 രാജ്യദ്രോഹ കുറ്റം, അത് ഒരു കൊളോണിയൽ നിയമമാണ്, അത് മാറേണ്ടത് തന്നെയാണ്. BJP ആദ്യമായിട്ട് ഈ നിയമം കൊണ്ടുവരുമ്പോൾ തന്നെ, ഞാൻ പാർട്ടിക്കാരായിട്ട് എടുത്ത് പറയുന്നില്ല, ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് വ്യക്തിഘോഷം എന്തായിരുന്നു? ഞങ്ങൾ ഈ നിയമം തന്നെ എടുത്തു മാറ്റുന്നു. അപ്പോൾ അവിടെ ഒന്നും നോക്കേണ്ട വിഷയം, പഴയ 124 പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ വളരെ രസകരമാണ്. ജീവപര്യന്തം, 3 വർഷം വരെ, അല്ലെങ്കിൽ ഫൈൻ. ഫൈൻ മാത്രം മതി. ഫൈൻ എന്ന് പറഞ്ഞാൽ ആ പിഴച്ചിട്ടടച്ച് നമുക്ക് പോകാം. അപ്പൊ അത്ര വലിയൊരു സാധനമായിട്ട് തന്നെ കണ്ടിട്ടില്ല. വലിയ കൊടും രാജ്യദ്രോഹം വരാം, അതേസമയം കൊച്ചു രാജ്യദ്രോഹം, പിഴയടച്ചാൽ പറഞ്ഞുവിടാവുന്ന രാജ്യദ്രോഹം വരെ പഴയ നിയമത്തിലുണ്ട്. ആ പഴയ നിയമത്തിൽ നിന്ന് നമ്മുടെ ബൈബിളിലൊക്കെ പറഞ്ഞ പോലെ പുതിയ നിയമം സംഭവിച്ചു. ജീവപര്യന്തം 7 വർഷത്തിൽ കുറയാതെ ഉള്ളത്, 7 വർഷം വരെ ഉള്ളത്. ഒന്ന് ജീവപര്യന്തം, രണ്ടാമത്തേത് 7 വർഷം വരെ കൊടുക്കാവുന്നതും പ്ലസ് കൂടെ ഫൈനും. അപ്പൊ ഫൈൻ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കുറെ കൂടി ഗുരുതരമാക്കി. നേരത്തെ നമ്മൾ 3 വർഷം വരെ എന്നുള്ളത് 7 വർഷമായിട്ട് വർദ്ധിപ്പിച്ചു. കൂടാതെ ഫൈൻ മാത്രമായിട്ട് കൊടുക്കാൻ കഴിയുമായിരുന്ന നിസ്സാരമായ കുറ്റമാകാവുന്ന അതിനെ കുറെ കൂടി ഗുരുതരമാക്കി. ഫൈനും കൂടി സർക്കാരിന്റെ ഖജനാവിലേക്ക് കൂടി പൈസ കിട്ടണം എന്ന അവസ്ഥയിലേക്കാണ് അത് കൊണ്ടുവന്നത്. അപ്പൊ രാജ്യദ്രോഹ കുറ്റം ഞങ്ങൾ എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പകരമായിട്ട് കൊണ്ടുവന്ന 152, 124A ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് കൊച്ചുകുട്ടികൾക്ക് അറിയാവുന്ന അവസ്ഥയാണ്. 124A രാജ്യദ്രോഹം. അതിന്റെ സ്ഥാനത്തേക്ക് 152 മുടന്തി വന്നപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് അതിനേക്കാളും വളരെ ഗുരുതരമായ ശിക്ഷ നൽകാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. വളരെ രസകരമാണ് അന്ന് കാര്യങ്ങൾ കാണാം. സ്റ്റേറ്റിനെതിരെയുള്ള കുറ്റകൃത്യം വരുന്ന 7ാമത്തെ അധ്യായത്തിലാണ് ഈ സാധനം കടത്തിവിട്ടത്. ഈ രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ കടത്തിവിട്ടത്. ഇനി ഞാൻ ഒരു ചാപ്റ്റർ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 6ാമത്തെ ചാപ്റ്റർ ഈ നിയമത്തിൽ, അതായത് നമ്മുടെ BNS എന്ന് പറയുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പുതിയ നിയമത്തിൽ ഈ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന് എതിരായ പ്രവർത്തനങ്ങൾ, ഒഫൻസ് അഗൈൻസ്റ്റ് എ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നതാണ്. മനുഷ്യ ശരീരത്തിൽ പരിക്കേൽപ്പിക്കുന്നതും മറ്റതും മറിച്ചതും എല്ലാമുള്ള ഒന്നിനെയാണ് ആ നിയമം പറയുന്നത്. ആ നിയമത്തിൽ പക്ഷേ ഒരു സാധനം കടത്തിവിട്ടു. 113 വളരെ മോശമാണ്. 113ാമത്തെ വകുപ്പാണ് ഭീകര നിയമം എന്ന് പറയുന്നത്, ടെററിസ്റ്റ് ആക്ട്, ഭീകര പ്രവർത്തനങ്ങൾ. ആ ചാപ്റ്റർ എന്താ പറയുന്നത്? മനുഷ്യ ശരീരത്തിലുള്ള ചെറിയ കുത്ത്,
കൊലപാതകം, വെട്ടിക്കൊല, അങ്ങനെയൊക്കെയുള്ള ഒന്ന് മനുഷ്യന് ശരീരത്തിൽ ഏൽപ്പിക്കുന്ന മുറിവ്. പക്ഷേ സമയത്ത് ഭീകര നിയമം എന്ന് പറയുമ്പോഴോ, ഈ ഭീകര നിയമത്തിന്റെ ഈ നിർവചനങ്ങൾ പരിശോധിക്കുമ്പോൾ, ടെററിസ്റ്റ് ആക്ട് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ UAPA 15ാമത്തെ വകുപ്പിന്റെ അതേ സാധനം തന്നെയാണ്. അപ്പോൾ UAPA വേണോ അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ട 113ാമത്തെ വകുപ്പ് ടെററിസ്റ്റ് കുറ്റം ചെലുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് ഏതിലാണ് FIR ഇടേണ്ടത് പോലീസുകാരൻ സംശയം വന്നാൽ ആ സംശയം ദൂരീകരിക്കുന്നത് SP ആയിരിക്കും, സൂപ്രണ്ട് ഓഫ് പോലീസാണ്. അയാൾക്ക് പറയാം നല്ലത് നമുക്ക് UAPA അല്ല, ഈ നിയമമാണ്. ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടി പറയാം. ചില കാര്യങ്ങൾക്ക് UAPAയും ചില കാര്യങ്ങൾക്ക് ഈ BNS മതി എന്ന അവസ്ഥയിലേക്ക് അവർക്ക് തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിന് ഏൽപ്പിക്കുന്ന പരിക്കുകളെ കുറിച്ച് പറയുന്ന ഒരു അധ്യായത്തിൽ എന്തിനാണ് ഈ ഭീകര നിയമം അതിനകത്തേക്ക് കൊണ്ടുപോയത്? ഭീകര നിയമത്തെക്കുറിച്ച് സമഗ്രമായിട്ട് ഇവിടെ UAPAയിലുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അതിന് സമാന്തരമായിട്ട് തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കൂടി ഈ ഭീകര നിയമം കൊണ്ടുവന്ന് എന്തിനാണ്? സാധാരണ നമുക്ക് ഒരേ കുറ്റങ്ങൾ 2 എനാക്ട്മെന്റിലേക്ക് വരാൻ പാടില്ല ശരിക്കും. ഇതെന്താ ഇങ്ങനൊരു ഓപ്ഷൻ കൊടുക്കാൻ കാരണം? ഏതിന്ന് കൊടുക്കുക? ഒരു കിലിക്ക് കുത്ത് പോലെയാണ്, എവിടെ കുത്ത അവിടെ കുത്താന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് വരുന്നു നിയമത്തിൽ? ഇത് പരിശോധിക്കപ്പെടേണ്ടതില്ലേ? UAPAയിലെ കർശനത എന്ന് പറയുന്നത് ഒന്ന്, UAPAയിൽ കുറ്റകൃത്യങ്ങൾ നടത്തിക്കഴിഞ്ഞ് കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ അനുമതി വാങ്ങിയിരിക്കണം UAPA കുറ്റമാകുമ്പോൾ. അത്ര വലിയ വിഷയമൊന്നുമല്ല, കൊടുക്കുന്ന അപേക്ഷയ്ക്ക് എല്ലാം തന്നെ അവിടെ അനുമതി കൊടുക്കാറുണ്ട്. എങ്കിലും നമ്മളെ ഒന്ന് സുഖിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു അനുമതിക്ക് കേന്ദ്ര ഗവൺമെന്റോ സർക്കാർ, പക്ഷെ കേന്ദ്ര ഗവൺമെന്റോ സർക്കാരോ അങ്ങനെ നേരിട്ട് കൊടുക്കാൻ പാടില്ല, കാരണം എപ്പോഴും അവരുടെ താല്പര്യം. അപ്പോൾ അതിനൊരു അഡ്വൈസറി ബോർഡ് ഉണ്ടാവണം, ഒരു ഉപദേശക സമിതിയുണ്ട്. ആ ഉപദേശക സമിതിയിൽ ആദ്യകാലങ്ങളിൽ ഗവൺമെന്റ് സെക്രട്ടറിമാരൊക്കെ ആയിരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ ജുഡീഷ്യൽ ഓഫീസേഴ്സ്, ഒരു റിട്ടയർഡ് ജഡ്ജ്, പിന്നെ ഒരു മനുഷ്യപ്രവർത്തകർ, അങ്ങനെയുള്ള ആളുകളായി മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഒറ്റ ആൾ തന്നെ ആയിരിക്കും അതിനകത്ത് റിട്ടയർഡ് ജഡ്ജ്. ഇപ്പോൾ ഇവിടെയാണ് കേരളത്തിലാണ് ജസ്റ്റിസ് ഗോപിനാഥാണ്. അദ്ദേഹമാണ് ഇതിന് അനുമതി കൊടുക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ അനുമതി കൊടുക്കുന്നതിന് ഒരു നടപടിക്രമമുണ്ട്. കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ ഇത് ഈ പറയുന്ന അഡ്വൈസറി കമ്മിറ്റി മുമ്പാകെ കൊടുക്കണം. അഡ്വൈസറി കമ്മിറ്റി, ഉപദേശക സമിതി അത് കിട്ടിക്കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഗവൺമെന്റ് അത് മരവിപ്പിക്കാൻ പറ്റില്ല, 7 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം. അപ്പോൾ വളരെ സമയബന്ധിതമായിട്ടാണ് ഇത് തീരുമാനിക്കപ്പെടേണ്ടത്. അത്തരം ഒരു അനുമതി ഇല്ലാതെ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം, കോടതിക്ക് ഈ കേസ് വിചാരണ ചെയ്യാനുള്ള അധികാരമില്ല എന്ന് പറയേണ്ടി വരും. പല കേസുകളും നമുക്കിപ്പോൾ കേരളത്തിൽ വിടിയിക്കാൻ കഴിഞ്ഞതുപോലും ഈ സാങ്കേതികതയിൽ നിന്നുകൊണ്ടാണ്. അപ്പം അതിൻ്റെ ഒരു സാങ്കേതികതയുണ്ട്. അപ്പോൾ കേരള പോലീസ് പറയുകയാണ്, ഈ സാങ്കേതികതയ്ക്ക് നമ്മൾ നോക്കണേ എന്തിനാ? നമുക്ക് നേരെ തന്നെ ഈ 113 IPC പ്രകാരമുള്ള കിട്ടിട്ടേക്ക് ആകെ വേണ്ടത് എന്താ? നമ്മുടെ SP സാറിൻ്റെ ഒരു ഒപ്പ് വേണം. ഇത് ഈ 113 ഞങ്ങൾ ഇട്ടോട്ടെ എന്നുള്ള ഒരു ഒപ്പ് വേണം. മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പോൾ NIA ആണെങ്കിൽ അന്വേഷണം നടത്തുന്നത് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. പക്ഷേ 113 ഒരിടത്തും ഞാൻ നോക്കി വായിച്ചിട്ട് കണ്ടില്ല DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നില്ല. SP-യുടെ ഒരു അനുമതി വേണമെന്നല്ലാതെ. അപ്പോൾ എന്താണ് അതിന് വരുന്നത്? കുറെ കൂടി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാകുമ്പോൾ കുറച്ചുകൂടി കർത്തവ്യബോധത്തോടു കൂടി ഇല്ലേ പെരുമാറും എന്ന് വിചാരിക്കുക. എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല, ഇപ്പൊ കാരണം വാർത്തകളൊന്നും അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ കാണുന്നത്. എങ്കിലും നമുക്കൊരു ആശ്വാസമില്ലേ, സാധാരണ ഒരു സർക്കിൾ ഇൻസ്പെക്ടറേക്കാളും നല്ല രീതിയിൽ ഒരു DYSP അന്വേഷിച്ചേക്കാം എന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പൊ അതും വേണ്ട, നമ്മുടെ ലോക്കൽ SI മൂത്ത്, ഹെഡ് കോൺസ്റ്റബിൾ മൂത്ത്, SI മൂത്ത്, CA ആളാണെങ്കിലും അദ്ദേഹത്തിന് അന്വേഷിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഒന്ന്, മറ്റൊരു കുഴപ്പം അവർക്ക് സംഭവിക്കാൻ കഴിയുന്നത് ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പൊ UAPAയിലാണെങ്കിൽ ജാമ്യം വളരെ കർശനമായ ഒന്നാണ്, ജാമ്യം കിട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പൊ സുപ്രീം കോടതി ഒരു ഔദാര്യം കൊണ്ട് 5 വർഷം വരെയാണ് അതിന് ശിക്ഷ പറഞ്ഞേക്കണമെങ്കിൽ 2.5 കൊല്ലം കിടന്നു കഴിഞ്ഞാൽ, ഏത് വിചാരണ തടവുകാരനായിട്ട് 2.5 കൊല്ലം കിടന്നു കഴിഞ്ഞാൽ പോകാം. ഇപ്പൊ അത് കുറച്ചും കൂടി കുറച്ചിട്ടുണ്ട്. 1.25 കൊല്ലമായി, 1 കൊല്ലമായി, 9 മാസമായി, അങ്ങനെ കുറഞ്ഞു ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഈ പതനത്തിന് ശേഷം
അവർക്ക് അത്ര കാര്യമായിട്ടൊരു ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് കഴിഞ്ഞപ്പോഴേക്കും കോടതികളൊക്കെ കുറെ സാട്ടകൊട്ടാൻ എഴുന്നേറ്റിട്ടുണ്ട് ഇല്ലേ? അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റേതങ്ങനെയല്ല ഇങ്ങനെ. പക്ഷെ ഇന്നലത്തെ ഇതൊക്കെ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഗണപതി പൂജയും മറ്റൊക്കെ കാണുമ്പോൾ വീണ്ടും പേടി തുടങ്ങുന്നുണ്ട്. നമുക്ക് കണ്ടിരുന്നല്ലോ അല്ലേ? ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലേക്ക് ഗണപതി പൂജയ്ക്ക് പോകുന്ന പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നമുക്ക് ഭയമാകുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള കേസുകൾ അവിടെ വാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇതുണ്ടാവുന്നപ്പോൾ നാട്ടിലെ കുറേ നിയമവിശാരദന്മാർ ഇത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ശരിയായ രീതിയിൽ ഞാനതൊക്കെ അതിനകത്തേക്ക് വേറെ അധ്യായങ്ങളൊക്കെ പിന്നീട് പറയാം അതിനെക്കുറിച്ച്. അത് ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലുള്ള നിർത്തുകയാണ് ഇതേപോലുള്ള വിഷയങ്ങൾ. അപ്പോൾ ഒരേ നിയമം തന്നെ, ഒരേ കുറ്റകൃത്യം തന്നെ 2 നിയമങ്ങളിലൂടെ പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നതോ ഇനിയിപ്പോൾ എന്തായിരിക്കും ഒരു പക്ഷേ വരാൻ പോകുന്നത്, ഞങ്ങൾ UAP എടുത്ത് കളയുന്നു, നമ്മൾ നേരത്തെ കൊണ്ട രാജ്യദ്രോഹം എന്ന കുറ്റം ഞങ്ങൾ എടുത്തു കളഞ്ഞു എന്ന് ഗർവാണം പറഞ്ഞതുപോലെ തന്നെ UAP നിയമം, കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം ഞങ്ങളുടെ എടുത്ത് കളയുകയാണ്. 67 കോൺഗ്രസിന്റെ കാലത്ത് വന്ന നിയമമാണ് UAP ആത്യന്തികമായിട്ട്. പിന്നീട് കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് 2 കൂട്ടരുടെയും കാലത്തുണ്ടായിട്ടുണ്ട്. 2004-ലും 2008-ലും 2012-ലും 2013-ലും എല്ലാം കൂട്ടിച്ചേർക്കലുണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു ഭീകര നിയമത്തെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. അടുത്ത ഇലക്ഷൻ ഒരു പക്ഷേ നല്ല പരസ്യം കിട്ടും അല്ലേ? ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. പക്ഷെ അവിടെ അത് ചേർത്ത് കഴിഞ്ഞു. അവിടെ IPC-യിലേക്ക് അത് BNS-ൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇതാണ് എൻ്റെ വിഷയം. അപ്പൊ ഈ നിയമത്തെ നമ്മൾ ഞാൻ പറയാ അഭിഭാഷകരുടെ ഇടയിലുള്ള ഒരു വിഷയം മാത്രമൊന്നുമല്ല. അത് അഭിഭാഷകരുടെ ഇടയിൽ അത്രയധികം വിക്ടിംസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ വിക്ടിം സൈഡിലേക്ക് വരുമ്പോൾ സാധാരണ മനുഷ്യരാണ്, പൊരുതുന്ന മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീകരമായ ഒരു കാലത്തിലേക്ക്, ഒരു പോലീസ് രാജിലേക്ക് നമ്മൾ എത്തുന്നു എന്നാണ് ഈ ഭേദഗതിയിലൂടെ, പുതിയ നിയമത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു വ്യാകുലത, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഒരു സംശയം. ഈ സംശയം ഞാനൊരു അധ്യാപകനൊന്നുമല്ല, ഒരു കുട്ടി എന്നുള്ള രൂപത്തിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഏതാനും സംശയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചർച്ച നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു.